പഞ്ചായത്ത് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടിയതായി പരാതി. പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് തെരുവ് വളർത്തുനായകളെ കൊന്ന് കുഴിച്ചുമൂടി എന്നാണ് ആക്ഷേപം. ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? 27, 28 തീയതികളിലായി പ്രതികൾ മൂന്നാർ പഞ്ചായത്ത് അധികൃതരുടെ അടിസ്ഥാനത്തിൽ നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യാപകമായി ഇടുക്കി മൂന്നാറിലെ തെരുവ് നായ്ക്കളെയും അതോടൊപ്പം തന്നെ ചില വളർത്തു നായ്ക്കളെയും പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി കൊന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിക്കാരെന്ന് പറയുന്നത് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീമിലെ അംഗമായ കീർത്തിദാസ് എന്ന ആളാണ്. കീർത്തിദാസാണ് ഇത്തരത്തിലൊരു പരാതി മൂന്നാർ പോലീസിൽ നൽകിയിട്ടുള്ളത്. 200ഓളം തെരുവ് നായ്ക്കളെയും വളർത്തു നായ്ക്കളെയുമാണ് പഞ്ചായത്ത് പിടിച്ചുകൊണ്ടുപോയി കൊന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന കുഴിയിൽ കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. മൂന്നാർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന നായ്ക്കളാണ് ഇവയൊക്കെയും എന്നുള്ളതാണ് ഇവർ ഈ പരാതിയിൽ പറയുന്നത്. നായ്ക്കളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ തന്നെ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും ഇവർ തെളിവിന്റെ അടിസ്ഥാനമായി പോലീസിൽ നൽകിയിട്ടുണ്ട്. പരാതി എന്നാൽ ഈ മൂന്നാർ പഞ്ചായത്ത് നിഷേധിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി മൂന്നാർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾക്കെതിരെയും ആക്രമണം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിക്കുകയും പ്രത്യേക ഷെൽട്ടറിൽ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് മൂന്നാർ പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിവരം. എന്നാൽ ഇതിലേതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ എന്നും മൂന്നാർ പഞ്ചായത്തിന്റെ അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ വലിയ തോതിൽ ഏതാണ്ട് 200ഓളം നായ്ക്കളെ കൊന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഈ 200ഓളം നായ്ക്കളെ കൊന്നത് ഈ പ്രത്യേക രാസപദാർത്ഥം ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ നൽകിയ ശേഷമാണ് കൊന്നതെന്നും ഇവയെ മാലിന്യം നിക്ഷേപിക്കുന്ന മൂന്നാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്തുള്ള കുഴിയിൽ കുഴിച്ചു മൂടിയെന്നുമുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. കീർത്തിദാസ് എന്ന ആനിമൽ റെസ്ക്യൂ ടീം അംഗമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോലീസ് ഇപ്പോൾ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള അന്വേഷണം നടന്നു വരികയാണെന്നാണ് മൂന്നാർ പോലീസ് പറഞ്ഞിട്ടുള്ളത്.